വിക്സാക്ഷൻ 500ഉം ഡോളോ കോൾഡും കോറെക്സും അടക്കം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പല മരുന്നുകളും മരുന്നുകളല്ലത്രേ. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ അഥവാ സംയുക്ത മരുന്നുകൾ നിരോധിക്കാനുള്ള കാരണം എന്താണ്? എന്തു ശാസ്ത്രീയ പഠനത്തിന്റെ പുറത്ത് യുക്തിഭദ്രവും ശാസ്ത്രീയതയും ഒന്നു തന്നെയാണോ? വിക്സാക്ഷൻ 500ഉം ഡോളോ കോൾഡും കോറെക്സും കുട്ടികൾക്ക് കൊടുക്കുന്ന കഫ് സിറപ്പുകളും അടക്കം കഴിച്ചതിനു പിന്നിലെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? വരും വരായികൾ എന്തെല്ലാം? ഒളിഞ്ഞിരിക്കുന്ന ഔഷധ വ്യവസായത്തിന്റെ കാണാക്കളികളും കാണാപ്പുറങ്ങളും മായാച്ചിരടുകളും തേടുകയാണ് കേരള സമിറ്റ് ഇന്ന്. മരിക്കുന്ന മരുന്നുകൾ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിരോധനം സ്വാഗതം ചെയ്യുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ വിഷയ സമിതി സംസ്ഥാന കൺവീനർ ശ്രീ VT നാസർ, മരുന്ന് നിരോധനത്തേക്ക് പിന്തുണയ്ക്കുന്ന കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ T സതീശൻ, അശാസ്ത്രീയമായ മരുന്ന് സംയുക്തങ്ങളുടെ നിരോധനത്തെ പിന്തുണയ്ക്കുന്ന IMA വനിതാ വിഭാഗം ചെയർപേഴ്സൺ ഡോക്ടർ PA ലളിത, യുക്തിഭദ്രമായ അല്ല ശാസ്ത്രീയമായി വേണം നിരോധനം ഏർപ്പെടുത്താൻ എന്ന് വാദിക്കുന്ന കേരള എത്തിക്കൽ മെഡിക്കൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, നിരോധനത്തെ സംശയത്തോടെ വീക്ഷിക്കുന്ന കേരള മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് സെക്രട്ടറി ശ്രീ PK സന്തോഷ്, കേരള ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ സെക്രട്ടറി ശ്രീ പ്രേംജി MP എന്നിവർ. ശ്രീ സന്തോഷ്, ഇന്ത്യയിൽ സംയുക്ത മരുന്നുകൾക്കുള്ള ലൈസൻസ് കേന്ദ്ര ഗവൺമെന്റ് അല്ല നൽകുന്നതെന്നാണ് പരിമിതമായ ജ്ഞാനം വെളിവാക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോട് കൂടിയാണ് ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സുകൾ നിലവിലിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യ ക്ഷേമ മന്ത്രാലയം നിരോധിക്കുകയും ചെയ്യുന്നു. അതിൽ 344 എണ്ണം, തുടക്കത്തിൽ 1200ഓളം മരുന്നുകൾ നിരീക്ഷണത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലെ ഇറാഷണലായിട്ട് ഉപയോഗിക്കുന്ന ഇനിയും കൂടുതൽ പരിശോധനയ്ക്ക് ആവശ്യമായ മരുന്നുകൾ കൂടി നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്തിനാണ് കോടതിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ കേസിന് പോകുന്നത്? ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ മുൻനിർത്തി ആ കേസിൽ നിന്ന് പിൻവാങ്ങേണ്ടിയിരുന്നില്ലേ മരുന്ന് കമ്പനികൾ? ഇവിടെ അശാസ്ത്രീയ മരുന്നുകൾ നിരോധിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന് മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ തയ്യാറല്ല. ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനവുമാണ് മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവുമാരുടെ അഖിലേന്ത്യാ തലത്തിൽ FMRയും KMSRയും. പക്ഷേ ഇതിനകത്ത് തന്നെ താങ്കൾ സൂചിപ്പിച്ച പ്രകാരം ഇന്ന് നിലവിലുള്ള ഔഷധങ്ങളുടെ അശാസ്ത്രീയ ചേരുവകൾ പരിശോധിച്ചുകൊണ്ട് നിരോധിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഇതിൻ്റെ അനുമതി കൊടുക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരുകൾക്ക് നിൽക്കുമ്പോൾ ഈ അനുമതി കൊടുക്കുന്ന അതിൻ്റെ ഉറവിടത്തിൽ തന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന കോമ്പിനേഷൻസ് നിരോധിച്ചു കഴിഞ്ഞാലും ഈ ചേരുവയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും അവതരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞങ്ങളുടെ ചോദ്യം വരുന്നത്, ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റിലുള്ള ഇത്തരം ചേരുവകൾ, അശാസ്ത്രീയ ചേരുവകൾ, ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, അശാസ്ത്രീയ ചേരുവകൾ നിരോധിക്കുന്നതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ ചേരുവകളെയും അശാസ്ത്രീയത നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ത്? ഇത് ആരെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, ആരെയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ അശാസ്ത്രീയ ചേരുവകൾ കണ്ടെത്തിയിട്ടുള്ളത്? നമ്മൾ ആ പോയിന്റിലേക്ക് ചർച്ച എത്തുന്നതിന് മുൻപ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ കൂടി സ്വാഭാവികമായി താങ്കൾ ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അവരുടെ നേരിട്ടുള്ള വക്താവല്ല താങ്കളെന്ന് അറിയാമെങ്കിൽ കൂടി വിക്സാക്ഷൻ 500 പോലെ നമുക്ക് ബ്രാൻഡഡ് നെയിമുകൾ ഉപയോഗിക്കാം. കാര്യം പൊതുജനങ്ങൾക്ക് കൂടുതൽ പരിചിതം അതാണ് ജനറിക് നെയിമുകളേക്കാൾ. വിക്സാക്ഷൻ 500 പോലെയുള്ള ഒരു മരുന്ന് വിപണിയിൽ നിന്ന് പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായി അത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഈ മരുന്നുകൾ നിരോധിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ത് എന്നുള്ളത് അറിയിക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സംയുക്ത ചേരുവകൾ വരുന്നതിനുള്ള മാനദണ്ഡം എന്തായിരുന്നു? അതാണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനുമതി കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ഈ രാജ്യത്തെ നിയമപ്രകാരമാണ് ഔഷധ കമ്പനികൾ ഇത്തരം ചേരുവകൾ രാജ്യത്ത് വിപണനം ചെയ്യുന്നത് എന്നാണ് ഔഷധ കമ്പനികൾ അവകാശപ്പെടുന്നത്. ഞങ്ങൾ ഔഷധ കമ്പനികളെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറല്ല. ഔഷധ കമ്പനികൾ അവകാശപ്പെടുന്നത് ഈ രാജ്യത്ത് നിലനിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഔഷധങ്ങൾ ഇന്ത്യയിൽ വിപണനം ചെയ്യുന്നത് എന്നാണ്. നോക്കുന്നു സർ, അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഡോളോ കോൾഡ് ആണെങ്കിലും ഈ പറയുന്ന കോറെക്സ് ആണെങ്കിലും വിക്സാക്ഷൻ 500 ആണെങ്കിലും 347 ജനറിക് ഈ ചേരുവകളാണെങ്കിലും ഇതെല്ലാം ഇവിടെ വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നത്. പെട്ടെന്ന് ഗവൺമെന്റ് അവ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഏത് തരത്തിലുള്ള പഠനങ്ങളാണ്, ശാസ്ത്രീയമായ പഠനങ്ങളുടെ ഫലമായിട്ടാണ് ഇത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്? എന്താണ് മാനദണ്ഡമെന്ന് ഔഷധ കമ്പനികൾ ചോദിക്കുന്നു സ്വാഭാവികമായി.
അശാസ്ത്രീയമായ മരുന്നുകൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നതല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ കാണണം. 70കളിൽ മുതൽ ഇത് വ്യാപകമായി ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ലോകത്തിലെ മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇത് പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ശക്തമല്ലാത്ത ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഈ മരുന്നുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2007ലും 120ഓളം മരുന്നുകൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ മരുന്നുകൾ നിരോധിക്കുന്ന ഈ അടുത്ത കാലത്താണ്. പക്ഷെ ലോകത്താകമാനം 80കൾക്ക് ശേഷം വലിയൊരു മുന്നേറ്റം, വലിയൊരു എത്തിക്കൽ വിങ്ങായി ഡോക്ടേഴ്സിന്റെയും മറ്റ് ആരോഗ്യ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളൊക്കെ തന്നെ വ്യാപകമായ പ്രചരണം 80ന് ശേഷം നടത്തിക്കൊണ്ടുവരികയാണ്. ഇത്തരം അശാസ്ത്രീയമായുള്ള ചേരുവകൾ നിരോധിക്കണം. ചോദിച്ചോട്ടെ, ഈ മരുന്നുകൾ നിരോധിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നും പകരം മരുന്ന് സംയുക്തങ്ങളാണ് നിരോധിച്ചതെന്ന രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ രൂപത്തിലുള്ള ഒരു പ്രചരണത്തിന് മീഡിയ വരെ സൈഡ് നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോളോ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചരണം ചില മാധ്യമങ്ങളിൽ വരികയുണ്ടായി. യഥാർത്ഥത്തിൽ ഡോളോ അല്ല നിരോധിച്ചതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ മരുന്നുകൾ നിരോധിക്കുമ്പോൾ എല്ലാ മരുന്നുകളും അശാസ്ത്രീയമാണ്, മരുന്ന് തന്നെ അശാസ്ത്രീയമാണ് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗത്തിന് വിക്സാക്ഷൻ 500 നിരോധിച്ചു എന്ന് ഇപ്പം സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ വിക്സാക്ഷൻ 500-നകത്ത് സ്വാഭാവികമായും പാരസിറ്റാമോളും ഈ പറയുന്ന കോഫീനും ഈ പറയുന്ന മറ്റു ചേരുവകളും ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല. അവന് വിക്സാക്ഷൻ 500 എന്ന ബ്രാൻഡ് നെയിമാണ് പരിചിതം. അതാണ് ബ്രാൻഡിൽ നിന്ന് സത്യത്തിൽ മരുന്നുകളുടെ കോമ്പിനേഷനെ സംബന്ധിച്ചുള്ള ഒരു വിവരം, യഥാർത്ഥത്തിലുള്ള വിവരം ഇത് എഴുതുന്ന ഡോക്ടർമാർക്ക് ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഫോർമുലറി സംവിധാനം, ഡ്രഗ് ഫോർമുലറി സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. കേരളത്തിൽ 2 തവണ ഡ്രഗ് ഫോർമുലറി 1996ലും 2006ലും ഒക്കെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രഗ് ഫോർമുലറി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. നമ്മൾ അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിസിറ്റിയിലേക്ക് വരാം ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ. അറിയേണ്ടത് ഈ വിക്സാക്ഷൻ 500 ആണെങ്കിലും പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ അബോട്ട് ലബോറട്ടറീസ് ആണെങ്കിലും ഇപ്പോൾ കോറക്സിന്റെ കമ്പനികളാണെങ്കിലും ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുന്ന നടപടി ശരിയാണോ എന്നുള്ളതാണ്. ഒരിക്കലും ശരിയല്ല. കാരണം ഈ കോടിക്കണക്കിന് ഉറുപ്പിയുടെ വിറ്റുവരവ് ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമത്തിനെയും ഗവൺമെന്റ് സംവിധാനത്തിനെയും വിലക്കെടുക്കുന്നത്. അവര് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ മറികടക്കാനുള്ള സന്തോഷ് പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകും. കാരണം ഒരു പ്രോഡക്റ്റ് അതിന്റെ പാറ്റന്റ് കാലാവധി കഴിയുമ്പോൾ തന്നെ ചെറിയ രാസരൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു പ്രോഡക്റ്റ് അവതരിപ്പിച്ച് പാറ്റന്റ് നേടുന്ന ഒരു പ്രവണതയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് 3ഉം 4ഉം ഘട്ടത്തിൽ. ഈ പ്രൈവറ്റ് ഫാർമസിസ്റ്റുകളുടെ ഒരു അഭിപ്രായം ഇതിൽ ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ കടയിൽ വന്ന് കൂടുതലായിട്ടും ആളുകൾ വാങ്ങുന്ന മെഡിസിൻസ്, പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ പോലും തന്നെ നിങ്ങൾ ഓവർ കൗണ്ടർ വഴി വിൽക്കാറുണ്ട് എന്ന് കേൾക്കാറുണ്ട്. ഇത് ശരിയാണോ? ഈ കോമ്പിനേഷൻ മരുന്നുകൾ, ഇപ്പം പറഞ്ഞ കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ചൽ അശാസ്ത്രീയമായ മരുന്നുകളാണ്. ഇതിന് നിരോധിച്ചതിൽ പൂർണ്ണമായും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് അശാസ്ത്രീയമായ രീതിയിൽ വിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഇവിടെ 2 നിയമങ്ങളുണ്ട് പ്രധാനമായും. ദി ഫാർമസി ആക്ട് ഉണ്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടും ഉണ്ട്. അതിൽ ഫാർമസിസ്റ്റുകൾ മാത്രമേ മരുന്ന് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷെ മരുന്നിൻ്റെ കാര്യത്തിൽ മാത്രം കേരളത്തിൽ, ഇന്ത്യയിൽ അത് നടക്കുന്നില്ല. ഈ കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണത്തിന്റെ അത്ര ഫാർമസിസ്റ്റുകൾ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ്. കേരളത്തിൽ ഇന്നുള്ള മെഡിക്കൽ ഷോപ്പുകളെ ഒരു 40% അധികം ഫാർമസിസ്റ്റുകളുണ്ട്. ഫാർമസിസ്റ്റുകൾ ഇല്ലാത്ത പ്രശ്നമല്ല. അതായത് ഈ പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുകൾ വഴി നിങ്ങൾ കൂടുതലായിട്ട് ഈ ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സ് വിറ്റഴിക്കുമ്പോൾ ഇതിന്റെ വരും വരായികളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു? ഫാർമസിസ്റ്റുകൾ ബോധ്യമുണ്ട്. വർഷങ്ങൾ മുമ്പേ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് നിരോധിക്കണമെന്ന്. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വഴിയാണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ സിംഗിൾ ഡോസ് മെഡിസിൻസ് ആണ് കൂടുതലും കൊടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഈ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയത്. നിങ്ങൾ തന്നെയാണ് ഫിക്സഡ് മെഡിസിൻ ഡോസ് കൂടുതൽ കൊടുക്കുന്നത്. ഇല്ല, ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാ ഫാർമസിസ്റ്റുകളും ഇത് വർഷങ്ങൾ മുമ്പ് ഞങ്ങളിത് ആവശ്യപ്പെട്ടതാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതാണ്. അവസാനിപ്പിക്കണം. 9 മാസം കൊണ്ട് കോറക്സ് എന്ന കമ്പനി ഉണ്ടാക്കിയത് 176 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്. തീർച്ചയായിട്ടും അതൊരൊറ്റ സർക്കാർ ആശുപത്രി വഴിയും സ്വാഭാവികമായി വിതരണം ചെയ്യുന്ന മെഡിസിൻ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈവറ്റ് മേഖലയിലാണ്. ഗവൺമെന്റ് മേഖലകളിൽ പ്രതിനിധികളാണ് കൊടുക്കുന്നത്. അല്ല, ഞങ്ങൾ പ്രതിനിധികൾ എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിലെ ഒരു അശാസ്ത്രീയമായ ആരോഗ്യ മേഖലയിലെ സംവിധാനമാണ് ഇതിന് ലാഭം കൊയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ മരുന്ന് വിൽപ്പനയും അതുപോലെ തന്നെ കമ്പനികളും ഉൾപ്പെടുന്ന സംഗതികൾ. അതിന് ഗവൺമെന്റുകൾ കൂട്ടുനിന്ന് കൊടുക്കുകയാണ്. നോക്കൂ ഡോക്ടർ, IMA കാര്യത്തിൽ ഈ ഒരു കാര്യത്തിലുള്ള വ്യക്തമായ നിലപാട് എന്താണ്?
ഫിക്സഡ് ഡോസ് കോമ്പിനേഷന്റെ കാര്യം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ജനങ്ങളെ ഇങ്ങനെ പാനിക്കിലാക്കേണ്ട യാതൊരു കാര്യമില്ല. നിമുസ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി അശാസ്ത്രീയമായിട്ടുള്ള ഈ കോമ്പിനേഷൻസ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. സ്വാഭാവികമായും നിങ്ങൾ ഡോക്ടേഴ്സ് അഥവാ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിലുള്ള ഡോക്ടേഴ്സ് ഈ മരുന്ന് എഴുതുന്നില്ലെങ്കിൽ അത് അല്ല, വിൽക്കില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാൻ വലിയ പ്രശ്നം വരുന്നില്ല. ഇത് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് വടക്കേ ഇന്ത്യയിലാണ്. വടക്കേ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ 2 ക്യൂ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പണ്ട് പറഞ്ഞത്. അതായത് ഡോക്ടറെ കാണിക്കാൻ ഒരു ക്യൂ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മരുന്ന് വാങ്ങിച്ചിട്ട് ഇത് നല്ല മരുന്നാണോ, ഇത് ശരിക്കും ഒറിജിനൽ മരുന്ന് തന്നെയാണോ, ഡോക്ടർ എഴുതിയ മരുന്ന് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു ക്യൂ. അങ്ങനെ 2 ക്യൂ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്മേറ്റ് പണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല. സത്യമാണിത്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഈ തുടർന്നുള്ള ഘട്ടത്തിൽ ഡോക്ടർമാരുടെ സംഘടന ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുമായിരുന്നോ? പണ്ടേ എന്റെ ഉണ്ടല്ലോ. സംശയം ഇതാണ്, ഗവൺമെന്റ് ഡോക്ടർമാർ പലപ്പോഴും ഈ പറയുന്ന സിംഗിൾ ഡോസ് മെഡിസിൻസ് എഴുതുന്നു അവരുടെ വർക്കിംഗ് ടൈമിൽ, അതിനുശേഷം പ്രൈവറ്റ് പ്രാക്ടീസിന്റെ സമയത്ത് ഫിക്സഡ് ഡോസ് മെഡിസിൻസ് എഴുതുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് പലരും പലതരത്തിലല്ലേ. ആസ് എ പോളിസി നമ്മൾ ഇത്തരം മരുന്നുകൾ, ഈ പറഞ്ഞ മരുന്നുകളിൽ 344 മരുന്നുകളിൽ എൻ്റെ ആശുപത്രിയിൽ കൊണ്ടുതന്ന പിന്നെ ലിസ്റ്റിനകത്ത് വെറും 19 മരുന്നുകളേ ഉള്ളൂ. അതിൽ ഞാൻ എഴുതുന്ന ഒരു മരുന്നെന്ന് പറയുന്നത് ആംബിസിലിൻ, അമോക്സിസിലിൻ, ക്ലോക്സാസിലിൻ മരുന്നേ പണ്ട് എഴുതുമായിരുന്നുള്ളൂ. ഇപ്പോൾ എഴുതുന്ന ഒരു മരുന്നുമില്ല. കോഫ് സിറപ്സ് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഞങ്ങൾ എഴുതുന്നതെന്ന് പറയാനാ. ഇതോട് കൂടിയിട്ട് ഞങ്ങളത് നിർത്തുകയാണ്. പക്ഷെ എപ്പോഴും കോമ്പിനേഷൻ ഡ്രഗ്സ് വേണ്ട എന്ന് നമ്മൾ പറയുന്നത് പണ്ടേ IMA പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് ഫോർമുലറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ട് സർക്കാർ ഗൗരവമായിട്ട് എടുക്കുന്നില്ല? മുഹമ്മദ് ഇസ്മായിൽ നോക്കൂ, ഡോക്ടർമാർ പറയാറുണ്ട്, ഫാർമസിസ്റ്റുകൾ അലേർട്ട് ചെയ്യാറുണ്ട്, സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ അലേർട്ട് ചെയ്യാറുണ്ട്. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് അശാസ്ത്രീയമായി ചേർന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, വില നിയന്ത്രണത്തിന് പുറത്തു പോകാനുള്ള ബിസിനസിന്റെ ട്രിക്കാണിത് എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും 176 കോടി രൂപ കോറാക്സ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഡോസ് കോമ്പിനേഷനുള്ള മെഡിസിൻ്റെ കമ്പനി മാത്രം സ്വന്തമാക്കിയിരിക്കുന്നു ഒരൊറ്റ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഡ്രഗ്സിന്റെ കാര്യത്തിൽ. വിക്സ് ആക്ഷൻ 500 ഇന്ത്യയിലെ തന്നെ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു വൻ ലാഭം കൊയ്യുന്ന ഒരു ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നു നമുക്ക്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളെല്ലാവരുടെയും ചർച്ചയിൽ കേൾക്കുമ്പോൾ ഇതുവരെ ഇന്ത്യയിൽ കഴിഞ്ഞ 30-50 കൊല്ലമായിട്ട് അശാസ്ത്രീയമായ ഒരുപാട് മരുന്നുകൾ ഡോക്ടർമാരും മരുന്ന് കമ്പനികളും കൂടി വിറ്റഴിച്ച് ജനങ്ങളുടെ ആരോഗ്യം മുഴുവൻ നശിച്ചു പോയെന്നാണ്. അതുപോലെ ഒരിക്കലും സംഭവിച്ചില്ല. അശാസ്ത്രീയം എന്ന് പറയുമ്പോൾ തന്നെ ഗ്രേ ഏരിയ ഉണ്ട്, എക്സാക്ട്ലി അശാസ്ത്രീയമായിട്ടുള്ള ഏരിയ ഉണ്ട്, ടോട്ടലി സേഫ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ എന്ന സങ്കല്പം ഒരിക്കലും ഒരു അശ്ലീല പദമല്ല. WHO തന്നെ ഒരുപാട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. TBയുടെ ചികിത്സയിൽ, മലേറിയയുടെ ചികിത്സയിൽ, എയ്ഡ്സിന്റെ ചികിത്സയിൽ. അപ്പോൾ അതങ്ങനെ. അതുപോലെ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരുപാട് സ്റ്റഡികൾ പ്രമേഹത്തിന്റെ ചികിത്സകളിൽ, രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷന്റെ ചികിത്സകളിൽ ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷനാണ് രോഗികൾക്ക് കോംപ്ലിയൻസ്, അതായത് ഈ പിന്നെ ചികിത്സയുമായി സഹകരിച്ചു പോകാനുള്ള സാധ്യത. അപ്പോഴും ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഒരു സംശയമുള്ളത്, അമേരിക്കയുടെയും UK കണക്കെടുത്ത് നോക്കിയാൽ അവിടെയുള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷന്റെ റാഷണൽ മരുന്നുകളുടെ പട്ടികയിൽ ഇന്ത്യയിലുള്ള ഒരൊറ്റ മെഡിസിൻ ഉൾപ്പെടുന്നില്ല. എന്റെ പോയിന്റ് മുഴുവനാക്കണം. ഇതുവരെ വിറ്റുപോയുള്ള മരുന്നുകൾ കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ടായിട്ടില്ല. സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഫിക്സ് ആക്ഷൻ കണക്കുണ്ട്. നോക്കൂ, WHO കണക്ക് പ്രകാരം ഈ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അണ്ടർ റിപ്പോർട്ട് ചെയ്യുന്ന, പാർശ്വഫലങ്ങൾ അണ്ടർ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അറിയുന്ന ഫിക്സ് ആക്ഷൻ 500 തന്നെ തുടങ്ങാം. ഇതിനകത്ത് കോമ്പിനേഷൻ വരുന്നത് പാരസ്റ്റമോൾ ആണ്, ക്ലോർഫെനിറമിൻ മാലിയേറ്റ്, ഫീനലെഫ്രിൻ, അതിന്റെ കൂടെ ഒരു കഫീനും കൂടി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു ഡോക്ടറെ അടുത്താണ് രോഗി പോകുന്നതെങ്കിൽ ഇയാൾ പനിയെന്ന് പറയുകയാണെങ്കിൽ ഡോളോ മാത്രമേ എഴുതുള്ളൂ, പാരസ്റ്റമോൾ മാത്രമേ എഴുതുള്ളൂ. ഇയാൾക്ക് പനിയും ജലദോഷം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഫെബ്രക്സ് പ്ലസ് എന്ന കോമ്പിനേഷനാണ് എഴുതുക. പാരസ്റ്റമോൾ, CPM, ഫീനലെഫ്രിൻ. ഇയാൾക്ക് പനിയും ജലദോഷനും കൂടെ ക്ഷീണമുണ്ടെന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ കഫേനും ചേർക്കാം. ഈ 4 മരുന്നുകൾ നമ്മൾ വെവ്വേറെയായി കഴിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിന് യാതൊരു കേടുമില്ല. ഇത് 4 മരുന്നും കൂടി ഒരു ഗുളികയിലാക്കി വിഴുങ്ങുകയാണെങ്കിലും മനുഷ്യ ശരീരത്തിന് യാതൊരു കേടുമില്ല. 100% ഉറപ്പാണ്. ഫാർമക് ടെക്സ്റ്റ് ബുക്കിൽ ഈ വാദം എത്രത്തോളം ശരിയാണ്? പിൽ ബേർഡൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അതായത് അമിത ഗുളികളുടെ ഭാരം, അതിനെ കുറക്കാൻ വേണ്ടി WHO വളരെ കുറച്ച് 8ഓളം മരുന്നുകൾക്ക് മാത്രമേ കോമ്പിനേഷൻ FDC അംഗീകരിച്ചിട്ടുള്ളൂ. ഇത്രയധികം വിൽക്കാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് മരുന്നുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുന്നുകൂടിയിട്ട് വർഷങ്ങളായി. നിരവധി പ്രസ്ഥാനങ്ങൾ ഇതിനെതിരായിട്ട് ഇതിലൊക്കെ തന്നെ നിരവധി ഡോക്ടർമാരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. നോക്കൂ, ഈ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന സംരംഭം ബിസിനസിന്റെ ഒരു വൻ തട്ടിപ്പായിട്ട് കാണാൻ സാധിക്കില്ല. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ മണി പവറും മസിൽ പവറും ഉപയോഗിച്ച് ഡോക്ടർമാരാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു PHC ഉണ്ട്. അതിനടുത്തൊരു ഡോക്ടർ ഏതാനും മാസം മുമ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തത് ഒരു കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുത്തത് ഒരു കമ്പനിയാണ്. സ്വാഭാവികമായും ആ ഡോക്ടർ ആ കമ്പനിയുടെ മരുന്നുകൾ എഴുതണം. ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഒന്നിലും
കോമ്പിനേഷൻ ഡ്രഗുകൾ എഴുതുന്നില്ല. പാരാസെറ്റമോൾ, ഡിക്ലോഫനാക്ക്, അസക്ലോഫനാക്ക് എന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളും എഴുതുന്ന ഡോക്ടർമാർ വൈകുന്നേരം നടത്തുന്ന സ്വന്തം ക്ലിനിക്കുകളിൽ ഇതുപോലെ എന്തുകൊണ്ട് എഴുതുന്നില്ല? അവർക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു എങ്കിൽ അവരെ പഠിച്ചിട്ടാണ് വരുന്നത്. എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് അവരിത് എഴുതുന്നില്ല? അസക്ലോഫനാക്കും ഡിക്ലോഫനാക്കും റാബിപ്രോസോളും കൂടിയുള്ള മരുന്ന് ഇന്ന് വ്യാപകമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിരോധിച്ചതിൽ വന്നിട്ടുള്ളതാണ്. അസക്ലോഫനാക്കും ഡിക്ലോഫനാക്കും ഭക്ഷണത്തിന് ശേഷം കൊടുക്കേണ്ടതും റാബിപ്രോസോൾ ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കേണ്ടതുമാണ്. ഈ അസക്ലോഫനാക്കും പാരാസെറ്റമോളും കഴിച്ചാൽ ചിലർക്ക് 1000-1, 10,000-1, ലക്ഷത്തിലൊന്നോ ഒരാൾക്ക് വയറിടിച്ചിലുണ്ടാകാം. അതിനു വേണ്ടിയിട്ടാണ് റാബിപ്രോസോൾ കൊടുക്കുന്നത്. അത് എല്ലാവരെയും തീറ്റിക്കേണ്ട ആവശ്യമില്ല. ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഇവിടെ അതിന്റെ പിന്നിൽ കിട്ടുന്ന സാമ്പത്തിക ലാഭമാണ് ഇവിടുത്തെ ബൂർഷ്വാ സംഘടനയായ IMA ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്നതും വളരെ നിർണായകമായ എന്നാൽ ചർച്ചയ്ക്ക് കൂടുതൽ സാധ്യതകളുള്ള ഈ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ അശാസ്ത്രീയമാണ് ഈ കോമ്പിനേഷനുകൾ എന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ ഗവേഷണ ബുദ്ധിയുടെ ആവശ്യമുണ്ടോ? അന്വേഷിക്കുന്ന ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും അറിയാം അശാസ്ത്രീയമായ കോമ്പിനേഷൻ നിരോധിക്കണമെന്ന്. പക്ഷെ നിരോധിക്കുക മാത്രം ചെയ്യില്ല, നിരോധിക്കേണ്ടവയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അത് പ്രൈവറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ വിതരണം ചെയ്യുകയും ചെയ്യും. ആരാണ് ഒടുവിൽ അപകടത്തിലാകുന്നത് എന്ന് അന്വേഷിക്കുകയാണ്. അതിനോടൊപ്പം IMA കുറിച്ച് പ്രേംജി ഉന്നയിച്ച ആരോപണം കൂടി. ഡോക്ടർ, ഇത് കുറേ നാളായി ഉയർന്നു കേൾക്കുന്ന ആരോപണം തന്നെയാണ്. കൊള്ളയടിക്കുന്ന കുറിപ്പടികൾക്ക് പിന്നിൽ ഡോക്ടർമാർ തന്നെയാണ് എന്ന്. അത് ഞങ്ങളുടെ ഒരു കഷ്ടകാലം എന്നേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കോമ്പിനേഷൻ ഞാനിതുവരെ എഴുതി കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആരും എഴുതി കണ്ടിട്ടില്ല. ഞങ്ങൾ റെഫർ ചെയ്ത് വരുന്ന ഒരു പ്രിസ്ക്രിപ്ഷനിൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഡോക്ടർ, അപ്പോഴും എൻ്റെ സംശയം ഇതാണ്, ഇത് ആരെങ്കിലും എഴുതി കൊടുക്കാതെ ഇത്രയും അധികം രീതിയിലേക്ക് ഒരു വർഷത്തെ ടേൺ ഓവർ ഈ പറയുന്ന ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സിൽ നിന്ന് മാത്രം ഒരു കമ്പനിക്ക് അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലുള്ള പിന്നെ ടേൺ ഓവർ ആണോ അവർ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിൽ മൊത്തം അതിൽ കേരളത്തിന്റെ പിന്നെ പ്രപ്പോർഷൻ എത്ര? നോക്കൂ, അതെനിക്കൊന്ന് അറിയണം എന്നുണ്ട്. അല്ലല്ല, ഞാൻ സന്തോഷിലേക്ക് വരാം. സന്തോഷം കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണോ അല്ലയോ? അങ്ങനെ ഒരു വേർതിരിവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കേരളം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒന്നാമത് ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വാദം നിലനിൽക്കുക. ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ടാണ് ഈ മരുന്നുകൾ മാർക്കറ്റിൽ വിപണനം നടത്തുന്നത്. അല്ല സന്തോഷ്, ഏത് ഗവൺമെന്റ്? പോണ്ടിച്ചേരിയിലെ ഡ്രഗ് കൺട്രോളറെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുന്ന 330ഓളം മരുന്നുകൾ, 1200ഓളം മരുന്നുകൾ ഇതിന്റെ സ്ക്രീനിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രീനിങ്ങിന് വിധേയമാക്കിയ മുഴുവൻ ഒരു പോണ്ടിച്ചേരിയിലെ ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ മാത്രം നടത്തിയുള്ള ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അല്ല, കണ്ടുപിടിക്കപ്പെട്ട ഒരെണ്ണമാണ്. കണ്ടുപിടിക്കപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഒരെണ്ണമാണ്. നിങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോട് കൂടി മാത്രമായി ഈ സംയുക്ത ചേരുവകൾ മെഡിസിനുകൾ സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കപ്പെടുമ്പോൾ അതിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് പോണ്ടിച്ചേരിയിൽ. പക്ഷേ നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗം അതല്ല. നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പിനേഷൻ ഡ്രഗ്സിന്റെ കാര്യത്തിൽ സംശയം എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിരുന്നു സംഘടനാപരമായി? തീർച്ചയായും. ഞങ്ങൾ നിരവധി കാലമായി പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ഇത്തരം അശാസ്ത്രീയ കോമ്പിനേഷനുകൾ ഈ രാജ്യത്ത് വിപണനം നടത്തുന്നതിനെതിരെ ഞങ്ങൾ വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ഈ ഔഷധ മാഫിയയുടെ തട്ടിപ്പുകൾക്ക് ഉദാഹരണമായ ഒരു കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപാട് പേര് ഉപയോഗിക്കുന്ന അസ്താലിൻ എക്സ്പെക്ടോറന്റ്. ഇത്രയും കാലം അത് പ്രൈസ് കൺട്രോളിൽ ഉണ്ടായിരുന്ന സാധനമാണ്. 9 രൂപ, അതെ, 9 രൂപ 33 പൈസയ്ക്ക് കൊടുത്തിരുന്ന ഈ സാധനം ഇപ്പോഴേ കൺട്രോളിൽ നിന്ന് പുറത്ത് ചാടി 49 രൂപയാണ് അതിന്റെ വില. അതിൽ ഉപയോഗിച്ചിരുന്നത് ഗുഫിനസിനും അതുപോലെ തന്നെ സാൽബൂട്ടാമോളുമാണ്. ഈ സാൽബൂട്ടാമോൾ എന്നുള്ള സാധനം മാറ്റിയിട്ട് അവിടെ ലീവോ സാൽബൂട്ടാമോൾ എന്നുള്ള ഒരു മരുന്ന് കൊണ്ടുവന്നു. ഇനി ഈ തട്ടിപ്പ് മനസ്സിലാക്കണമെങ്കിൽ ഇത് സാൽബൂട്ടാമോൾ സിറപ്പാണ്. ഇതിന് 16 രൂപ 33 പൈസയാണ് വില. അതേ വില തന്നെയാണ് നമ്മുടെ ലീവോ സാൽബൂട്ടാമോൾ 100 ml സിറപ്പിനും. അപ്പോൾ മരുന്നിന്റെ വിലയിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇത് മൂന്നും ഉപയോഗിക്കുന്നത് ഒരേ കാര്യത്തിനാണ്, ഒരേ അസുഖത്തിനാണ്. അല്ല, അതിലെ കോമ്പിനേഷൻ ഒന്ന് മാറ്റിയതാണത്. ആ കോമ്പിനേഷൻ ഇത് മൂന്നും എക്സ്പെക്ടന്റ് ആണ്. അതെ, അത് രണ്ടും എക്സ്പെക്ടന്റ് ആണ്, ചുമക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ജനം ഇപ്പോൾ ഈ 2 മരുന്നും വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ, ഗുഫിനസിനും സാൽബൂട്ടാമോളും കഴിക്കുകയാണെങ്കിൽ 20 രൂപയിൽ താഴെ വില വരികയുള്ളൂ. ആ സാധനമാണ് ഇപ്പോൾ 49 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നത്. എന്തുകൊണ്ട് ഡ്രഗ് കൺട്രോളർ ഇത്രയും കാലമായിട്ട് നോക്കില്ല? ഇത് ഉന്നയിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് അവർ ചൂട്ടുന്നത്. മാധ്യമങ്ങൾ DPCO എന്ന് പറഞ്ഞ ഒരു വകുപ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. 1976 മുതൽ 341ഓളം മരുന്നുകൾ നിയന്ത്രിച്ചുകൊണ്ടാണ്. അതിന്റെ അടിസ്ഥാന ഘടകമായിരുന്ന ഈ പറഞ്ഞ സാൽബ്യൂട്ടാമോളിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണ രീതിയായിരുന്നു അവലംബിച്ചു വന്നിരുന്നത്. 2011 മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു,
74 ഘടകത്തിന് മാത്രം നിയന്ത്രണമുള്ളത് ഇപ്പോൾ വലിയ നിയന്ത്രണം വന്നു. 340 മരുന്നുകൾ നിയന്ത്രിച്ചു എന്ന് പറയുന്നത് അവിടെ വന്നത് ചില കോമ്പിനേഷൻസിന് മാത്രം നിയന്ത്രണം വരുത്തിക്കൊണ്ടുള്ള ചില കോമ്പിനേഷൻസ് മരുന്നുകൾ മാത്രം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഈ രണ്ട് മെഡിസിനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സാൽബ്യൂട്ടാമോളും ലിവോ സാൽബ്യൂട്ടാമോളും ഒരേ ഇൻഡിക്കേഷൻ എടുക്കുന്ന മരുന്നാണ് ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരേ ഇൻഡിക്കേഷൻ നൽകുന്ന മരുന്നാണ്. കുറച്ച് ടോക്സിറ്റി കുറയും. ലിവോസാൽബ്യൂട്ടമോൾ ആകുമ്പോൾ ഹൃദയ സംബന്ധമായ ടോക്സിറ്റികൾ കുറയും. പ്രത്യേകിച്ച് അഡൾട്ട്സിൽ ഹാർട്ട് റേറ്റ് കൂടുക, വിറയല്, അതുപോലത്തെ സൈഡ് എഫക്ട്സ് ഒക്കെ ലിവോസാൽബ്യൂട്ടമോളിന് കുറയും. പക്ഷെ ഇത്രയും വില കൂട്ടേണ്ട ആവശ്യമില്ല. ലിവോസാൽബ്യൂട്ടമോൾ 15 രൂപ ഈ തട്ടിപ്പ് എന്താ പറഞ്ഞാൽ ഇത് ലിവോ കൂട്ടിച്ചേർക്കുന്ന ഈ മരുന്നിന് മാത്രമല്ല, ഒരു 10-100 മരുന്നുകൾക്ക് ഇപ്പം ലിവോ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനി ഉണ്ടാവും. ഇതെന്താന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പാകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതില് ഒരു വാദം ഉന്നയിക്കുന്നത് ലിവോ എന്ന് പറയുന്ന ഒരു സാധനം കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഇതിന്റെ എഫക്ട് കുറച്ചും കൂടി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. സൈഡ് എഫക്ട് കുറച്ച് കുറയുമെന്നുള്ള ഒരു വാദവും കൂടി. മൂലകം ലിവോ ഫോമിലുണ്ട്, എൽ ഫോമിലുണ്ട്, ആർ ഫോമിലുണ്ട്. എൽ ഫോം ആണ് ലിവോ ഫോം. അതിനെന്തായാലും ഡെഫിനറ്റ്ലി ടെക്സ്റ്റ് ബുക്ക്, ഞാൻ പറയുന്ന ശാസ്ത്രമാണ്, പരിചയത്തിന്റെ വിഷയമല്ല. ടെക്സ്റ്റ് ബുക്കുകൾ പറഞ്ഞ ലിവോ ഫോം ഈസ് ഡെഫിനറ്റ്ലി സേഫർ ഇൻ കാർഡിയാക് ആസ്പെക്ട്സ് ആൻഡ് ട്രെമർ. അങ്ങനത്തെ സൈഡ് എഫക്ട് കാര്യത്തിൽ ഭേദം തന്നെയാണ്. എന്നാൽ പോലും കാലത്താണ് ഈ ഒരു സംഭവം വിഷയം. ഇപ്പൊ ഡോക്ടർ ആസ്ഥാന ഇൻസ്പെക്ടറിന് തന്നാൽ മതി. ഇപ്പൊ ഒരു ഡോക്ടർ ആസ്ഥാന ഇൻസ്പെക്ടറിന് എഴുതുന്നു, ഏത് കൊടുക്കും? ഇത് കൊടുക്കുമോ പഴയത് കൊടുക്കുമോ? 9 രൂപ പൈസയുടെ സാൽബ്യൂട്ടാമോളിലെ എക്സ്പെക്ടർ അത് മാർക്കറ്റിലില്ല. മാർക്കറ്റിലില്ല. പക്ഷേ ഡോക്ടറുടെ അഭിപ്രായത്തിലും പേഷ്യന്റെ അഭിപ്രായത്തിലും എല്ലാവരുടെ അഭിപ്രായത്തിലാണ് ഇതിലൊരു തട്ടിപ്പ് ഇതിന് മുകളിൽ കാണാം. ഒരു പച്ചയിൽ എഴുതിയിട്ടുണ്ട്. ഹോട്ടലൊക്കെ നമ്മൾ മാറുന്ന സമയത്ത് ന്യൂ നളന്ത എഴുതുന്നത് പോലെ ഒരു ന്യൂ എഴുതിയതാണ്. ഇത് മാത്രല്ല, ലിവോയിൽ നിന്ന് സിറപ്പ് 16 രൂപയാണ്. ഇത് മാത്രമല്ല പ്രശ്നം. ഇതിന് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പൊ ക്ലോക്സാസിൽ പ്രൈസ് കൺട്രോൾ ഓർഡറിന് കീഴിൽ വന്നു. അപ്പൊ കമ്പനിക്കാർ ചെയ്തെന്താണ്? അത് ഡൈ ക്ലോക്സാസിലിൻ എന്നാക്കി മാറ്റി. അതായത് അമോക്സിലിൻ ക്ലോക്സാസിലിൻ എന്നുള്ളത് കേവലം 2 രൂപ 60 പൈസ ഒരു ക്യാപ്സ്യൂളിന്റെ വില. അതായത് 10 എണ്ണത്തിന് 26 രൂപ. അത് ഡൈക്ലോക്സാസിലിൻ ആക്കി മാറ്റി 71 രൂപയ്ക്ക്, അതായത് 7 രൂപ 10 പൈസ. വീണ്ടും അതുപോലെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ഡോക്സി, ശ്വാസകോശ രോഗികൾ ഉപയോഗിക്കുന്ന മറ്റൊരു മരുന്നാണ് ഇവിടെ 16 രൂപ 50 പൈസയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന കോംബി മിസ്റ്റ്. അത് കോംബി മിസ്റ്റ് എൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിലെയും സാൽബ്യൂട്ടാമോൾ മാറ്റി ലീവോ സാൽബ്യൂട്ടാമോൾ ആക്കിയിട്ട് 71 രൂപ 57 രൂപയോളം ജനങ്ങളെ പറ്റിച്ച് തട്ടിപ്പിച്ചെടുക്കുകയാണ്. ഇത് കണ്ടു നോക്കേണ്ടത് ഇവിടുത്തെ ഡ്രഗ് കൺട്രോൾ അല്ല. ഇവിടെ നിയന്ത്രിക്കുന്നത് ഇത് നോക്കേണ്ടത് ഡ്രഗ് കൺട്രോളറാണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണം. ഇനി ഞാൻ പറയട്ടെ, ഇന്നലെ 15 വെളിച്ചെണ്ണ ഇവിടെ ബ്രാൻഡുകൾ നിരോധിച്ചതായിട്ട് കണ്ടു. ഞാൻ ഇവരുടെ ഫേസ്ബുക്കിലെ പേജ് മിക്കവാറും ദിവസം ഞാൻ നോക്കാറുള്ളതാണ്. എല്ലാ ദിവസവും അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ ഡ്രഗ് കൺട്രോളർക്കും ഒരു പേജ് ഹാപ്പി ന്യൂ ഇയർ എന്ന് ജനുവരി 1-ാം തീയതി ഇട്ട ഒരു പോസ്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും അദ്ദേഹം ചെയ്തതായിട്ടോ കേരളത്തിലെ മരുന്നുകളെ കുറിച്ച് അദ്ദേഹം ചെയ്തതായിട്ടോ കാണാനില്ല. അതുപോലെ തന്നെ പറയുന്നു, നിരോധിച്ച മരുന്നുകളെ കുറിച്ച് അവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാമെന്ന്. 2015 ഒക്ടോബറിന് ശേഷം കേരളത്തിലെ ഒരു മരുന്നുകളും കണ്ടെത്തിയതായിട്ടോ നിരോധിച്ചിട്ടോ കാണുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലതും ഇനി മാർക്കറ്റിലുണ്ട്. അത് മുഴുവൻ ഇവിടുത്തെ ജനങ്ങൾ തിന്നു തീർത്തതിന് ശേഷം വേണം അത് നിരോധിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്ന ഒരൊറ്റ ബേസിക് ചോദ്യത്തിൽ നിന്നാണ്. നിലവിൽ സംയുക്ത മരുന്നുകൾക്കുള്ള പരിശോധനയോ സംയുക്ത മരുന്നുകളുടെ ഗവേഷണമോ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇറാഷണൽ എന്ന വാക്കാണ് ശാസ്ത്ര പുസ്തകങ്ങളും WHO ഈ കോമ്പിനേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അൺസയന്റിഫിക് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. ശരീരത്തിന് എതിരാണെന്ന് ഉപയോഗിച്ചില്ല. ഇറാഷണൽ എന്ന വാക്കിന്റെ അർത്ഥം ഇറാഷണൽ എന്ന വാക്കിന്റെ അർത്ഥം യുക്തിവിരുദ്ധമാണ്. യുക്തിവിരുദ്ധമായതുകൊണ്ട് ശരീരത്തിന് ഉപദ്രവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം നിരോധിച്ച ഒരു മരുന്ന് വളരെ ഭീകരമായ മരുന്നാണ്. ഒന്ന് ഹെപ്പാരിൻ, ഡൈക്ലോഫിനാക്. ഹെപ്പാരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ളതാണ്. ഡൈക്ലോഫിനാക് കഴിച്ചാലോ അൾസർ ഉൾപ്പെടെയുള്ള സാധനം ഉണ്ടാവും. രണ്ടുകൂടെ കഴിക്കാൻ പറയുന്നത്. ഈ ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ടതും ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് മരുന്നും 2 നേരം കഴിക്കേണ്ട മരുന്നും ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതൊന്നും ആരോഗ്യത്തിന് അല്ല. അല്ല, ഞാൻ പറയുന്ന സയൻസിന്റെ ഭാഷ മാത്രമാണ്. 2 നേരം കഴിക്കേണ്ട മരുന്നും 2 നേരം കഴിക്കേണ്ടതും 3 നേരം കഴിക്കേണ്ട മരുന്നും കഴിച്ചാൽ മാത്രമേ പറഞ്ഞു മുഴുവൻ സംസാരിക്കാം. ശാസ്ത്രീയ ഭാഷയാണ്.
ഞാൻ പറയുന്നത് ഇത് ഫുള്ളാക്കട്ടെ. ഇപ്പൊ നോർമെട്രോജിൽ എന്ന സിറപ്പ് അതിൽ 2 നേരം കഴിക്കേണ്ട നോർഫ്ലോക്സൈനും 3 നേരം കഴിക്കേണ്ട മെട്രോജിലും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 2 നേരം കൊടുക്കുകയാണെങ്കിൽ 3 നേരമുള്ള മെട്രോജിലെ ഡോസ് കുറയും, 3 നേരം കൊടുക്കുകയാണെങ്കിൽ 2 നേരമുള്ള നോർഫ്ലോക്സിന്റെ ഡോസ് കൂടും. ഇതുകൊണ്ട് പക്ഷേ ഇതെല്ലാ മരുന്നുകളുടെയും തെറാപ്യൂട്ടിക് സേഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയും, ഒരു മനുഷ്യന് താങ്ങാവുന്ന സേഫ്റ്റി ഡോസ്. അതായത് ഈ ട്രയൽ 4 കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്റ്റഡി ഉണ്ട്, അത് നടത്തി കഴിഞ്ഞാലാണ് ഒരുവിധം ഡ്രഗിന്റെ സൈഡ് എഫക്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ഡ്രഗിന്റെയും സൈഡ് എഫക്ട് പറയൂല എന്ന് പറയണമെങ്കിൽ ഇതിന് ഡാറ്റ വേണം, പ്രീ മാർക്കറ്റ് ട്രയൽസ് വേണം, എന്നാലേ ഇറക്കാൻ പറ്റുള്ളൂ. ഇവിടെ അതില്ല. നമ്മുടെ ഡോക്ടർമാരെ ബ്ലെയിം ചെയ്ത കാര്യമില്ല, ഇവിടുത്തെ ഡ്രഗ് കൺട്രോൾ സിസ്റ്റത്തിന് ഏതൊക്കെ കോമ്പിനേഷൻ ഡ്രഗ്സ് ആണ് എന്ന് അറിയാത്ത എത്രയോ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ മൊത്തം ഫാർമ വോളിയം 1 ലക്ഷം കോടി രൂപയാണ്. അതിൽ 4000 കോടി രൂപയാണ് ഒരു കൊല്ലം കൊണ്ട് ഈ ബാൻ കൊണ്ട് പോകുന്നത്. ബാക്കി എത്ര 96% റീസണബിൾ റാഷണൽ ഡ്രഗ് കോമ്പിനേഷൻസ് ആണ്. 96%. 4% 4000 കോടി രൂപ മാത്രമാണ് ഇറാഷണൽ വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഇവിടെ പിന്നെ ലളിത മേഡവും അതുപോലെ ഇസ്മായിൽ സാറും ഡോക്ടേഴ്സിനെ പ്രതിനിധിച്ചാണല്ലോ വന്നിട്ടുള്ളത്. അത് ഇപ്പൊ നമ്മുടെ ഒരുപാട് പിന്നെ ഈ കോമ്പിനേഷൻ നിരോധിച്ച കോമ്പിനേഷൻസ് ഇവിടെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു, രോഗികൾ കഴിക്കുകയും ചെയ്തു. ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങുന്നത് ഡോക്ടേഴ്സിൽ നിന്നാണ്, അല്ലാതെ മെഡിക്കൽ ഷോപ്പ് ഞങ്ങൾ വെറുതെ കൗണ്ടർ സെയിൽ ചെയ്യുന്നതല്ല. അപ്പൊ ഡോക്ടേഴ്സ് എന്തായാലും അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇതിനകത്തുള്ള കച്ചവട താല്പര്യങ്ങൾ നാം കാണാതെ പോവുകയാണ്. ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മാറ്റുന്ന സമയത്ത് ആത്മാർത്ഥതയോടെയാണ് ഈ സമീപനം. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം എടുത്തില്ല എന്നുള്ള ഒരു വസ്തുത. ഇപ്പോൾ നോക്കൂ, നമ്മുടെ പാറ്റന്റിന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്തോ യു എസ് അതെ, ഒരു കമ്മീഷന്റെ മുന്നേ കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള കമ്പൾസറി ലൈസൻസിംഗ് ഉപയോഗിക്കില്ല എന്ന് പ്രൈവറ്റ്ലി അഷ്വേർഡ് ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു. നോവാർട്ടിസ് എന്ന കമ്പനി സുപ്രീം കോടതിയിൽ കേസ് ജയിച്ചതും ഈ ചർച്ചയുടെ ഭാഗമാക്കി വരേണ്ടതാണ്. പേറ്റന്റ് നിയമങ്ങളടക്കം ഇന്ത്യയിലെ ഔഷധ വില നിയന്ത്രണ ഏജൻസികളെ എല്ലാം പൂർണ്ണമായും കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്യുന്ന സംവിധാനം പ്രൈവറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എടുക്കുമ്പോൾ അവയ്ക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ നമ്മുടെ സർക്കാരിനും ജനങ്ങൾക്കും സാധ്യമാവുന്നുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. സംയുക്ത മരുന്നുകൾ മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യയിൽ ഏത് കണക്കാണുള്ളത്, ഏത് വിവരമാണുള്ളത്, ഏത് ഗവേഷണമാണുള്ളത്? നിർഭാഗ്യവശാൽ ഒന്നുമില്ലെന്ന് വിവിധ പഠന ഏജൻസികൾ പറയുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇവയെക്കുറിച്ചുള്ള പഠനങ്ങളും പാർശ്വഫലങ്ങൾ കൃത്യമായും WHO റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. ഈ സാഹചര്യത്തിൽ സന്തോഷ്, ഈ സാഹചര്യമാണ് പ്രൈവറ്റ് കമ്പനികൾ മുതലെടുക്കുന്നത്. ഈ ഫിക്സഡ് ഡ്രഗ്സ് കോമ്പിനേഷന്റെ കാര്യത്തിലുള്ള യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ഡ്രഗ് കൺട്രോളറുടെ അനുമതിയോടുകൂടി മാർക്കറ്റിലേക്ക് കടന്ന് നിങ്ങൾ അഥവാ ഔഷധ കമ്പനികൾ ഡോക്ടർമാരെ സ്വാധീനിച്ച് ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സ് വ്യാപകമായി വിറ്റഴിക്കുന്നു. 16 രൂപയുടെ സ്റ്റാലിൻ വിൽക്കുന്നത് 49 രൂപയ്ക്ക് നിങ്ങൾ ഡോക്ടർ ഞങ്ങളെ വെറുതെ വിട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഇടപെട്ടിട്ട് ഇത് നല്ല മരുന്ന് കമ്പനികൾ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നതാണ്, അവിടെ എനിക്കറിയാം. പിന്നെ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയപ്പോൾ വളരെ കാര്യമായിട്ട് തുടങ്ങി. ഇപ്പോൾ വൈറ്റമിൻ ഇ മാത്രമേ അത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. വാട്ട് ഈസ് ഹാപ്പനിങ്? കാർഡ് കയറിയ ആ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരും. അതുപോലെ തന്നെ ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, വളരെ വില കുറച്ചിട്ട് സാധനങ്ങൾ കിട്ടിയിരുന്നു. വാട്ട് ഹാപ്പൻ ദെൻ? അപ്പൊ അതൊന്ന് സന്തോഷം. ഒരു മിനിറ്റ്, ഇത് ഇവിടെ നമ്മുടെ വാദം പോകുന്നത് ഇവിടെയുള്ള ഡോക്ടർമാർക്കും ഫാർമസിസ്റ്റുകളാണ് പ്രധാന പ്രതികൾ എന്ന രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. ഇവരല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രതികൾ, അത് നമ്മൾ മനസ്സിലാക്കണം. ലോകത്താകമാനം ഒരു മിനിറ്റ് പറയാൻ അനുവദിക്കുക. ലോകത്താകമാനം കോടിക്കണക്കിന് ഉറുപ്പികയുടെ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ കൊള്ളക്കച്ചവടം എന്ന് പറയുന്നത് മരുന്ന് കച്ചവടമാണ്. ഈ മരുന്ന് കച്ചവടം നടത്തിക്കൊണ്ട് ലോകത്തിലുള്ള ഭരണാധികാരികളെ കൊന്നൊടുക്കുകയും ജനാനുകൂലമായിട്ടുള്ള നയപരിപാടികൾ നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഒഴിവാക്കാനുമുള്ള വലിയ ഗൂഢപദ്ധതികൾ ലോകത്താകമാനം നടന്നതിന്റെ ചിലിയിലെ അലൻഡയെ കൊന്നത് ഒരു കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണ്. ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ പണം വാങ്ങിക്കൊണ്ടാണ് ഗവൺമെന്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പം സന്തോഷ് പറഞ്ഞു, ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാറ്റന്റ് നിയമത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള 3 നിയമങ്ങളെയാണ് ഈ അടുത്ത കാലത്ത് തിരുത്തപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കാൻ പോലുമുള്ള ഒരു അവകാശവും ഈ പുതിയ നീക്കത്തിൽ ഇല്ല എന്നുള്ളതാണ്. വിവര കുത്തക നിയമം
കുത്തക നിയമപ്രകാരം ഒരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 5 വർഷക്കാലത്തേക്ക് ഇന്ത്യയിൽ അതിന്റെ യാതൊരു രേഖയും സമർപ്പിക്കാതെ തന്നെ മരുന്ന് വിൽക്കാനുള്ള അനുവാദമാണ് സർക്കാർ ഈ അടുത്ത കാലത്ത് കൊടുത്തിരിക്കുന്നത്. നിർബന്ധിത ലൈസൻസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഒരു മാസത്തേക്ക് വൃക്കാകരൾ രോഗികൾക്ക് 2,84,428 രൂപക്ക് ഒരു മാസക്കാലത്തേക്ക് വിറ്റ മരുന്നിനെതിരെ നിർബന്ധിത ലൈസൻസിംഗ് കൊടുത്തിട്ട് നാറ്റ്കോ എന്ന് പറയുന്ന 8,000 രൂപയ്ക്ക് വിറ്റത്. ഇതൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഭരണാധികാരികൾ കൺട്രോൾ ചെയ്യാനുള്ള അവകാശങ്ങൾ അതിനൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഈ രീതിയിലുള്ള ഭീകരാവസ്ഥ മാത്രമല്ല ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിലയിലുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ മരുന്നില് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. ഒരേ കോമ്പിനേഷൻ, ഒരേ കെമിക്കൽ 2 കമ്പനി ഇറക്കുന്നൊരു അന്തരമായ വിലയാണ്. സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ മരുന്ന് നമ്മുടെ നാട്ടിൽ 40% പിന്നെ ഇതിനകത്ത് ബാക്കി 60% പ്യൂരിറ്റിയേ ഉള്ളൂ. ഇവിടുത്തെ ഡ്രഗ് വെളിയിൽ ഇറക്കാനായിട്ട് ആവശ്യമുള്ളൂ. പുറം രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല, 100% പ്യൂരിറ്റി ആവശ്യമുണ്ട്. നമ്മുടെ ഇവിടെ 60% ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ വിശ്വസിക്കും? ആ പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാവാം ഒരു പക്ഷേ ഈ വിലയിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ജനറിക് മെഡിസിൻ ഒരു പ്രവണത പ്യൂരിറ്റി വാദത്തിൽ വിശ്വാസമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് 12 രൂപക്ക് വിൽക്കാം, 25 രൂപക്ക് വിൽക്കാം. 12 രൂപക്ക് വിൽക്കുന്ന റെപ്പ് ഞാൻ എന്റെ കമ്പനിയിലൊന്നും പോയി നോക്കിയിട്ടില്ല. റെപ്പ് പറയുന്നത് ഇതിന്റെ 1-2 പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്സ് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ബിഫാമും എംഫാമും ഒക്കെ കോഴ്സിന് ഇടയ്ക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളാണ്. കമ്പനിയിലെ ഈ പ്യൂരിറ്റി സ്റ്റഡീസ് ഒക്കെ ഞങ്ങൾ പോയതാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കമ്പനി പിന്നെ ഒരു പ്രത്യേക കെമിക്കൽ ഡോക്ടേഴ്സ് എഴുതുമ്പോൾ അതിന്റെ കമ്പനി നിർണ്ണയിക്കാനുള്ള അധികാരം ഫാർമസിസ്റ്റിന് എന്തുകൊണ്ട് നൽകുന്നില്ല? ഡോക്ടർ റെഡ്ഡീസ് ഇന്ത്യയിലെ ഒരു പ്രമുഖ കമ്പനിയാണ്. US-ൽ UK-ലൊക്കെ ജനറിക് ഡ്രഗ്സ് മാത്രം വിൽക്കുന്ന കമ്പനിയാണ്. അതായത് അവിടുത്തെ വലിയ വില കൊടുക്കുന്ന മരുന്നുകളൊക്കെ കുറഞ്ഞ വിലക്ക് അവിടുത്തെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ബോട്ടിൽ കണക്കിന് മരുന്നുകൾ പ്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് US മാർക്കറ്റിൽ നിന്ന് മാറി പിൻവലിച്ചു എന്നുള്ളത് ഒരുപാട് എവിഡൻസ് നെറ്റിലുണ്ട്. സംഭവിച്ചു. പ്യൂരിറ്റിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പ്യൂരിറ്റിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു 4 സാധനം. ഞാൻ ഒരേ സാധനം അറ്റോർവാസ്റ്റാറ്റിൻ ഇവിടെ കൊളസ്ട്രോൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് 4 കമ്പനിയുടെ മരുന്നുകളാണ്. അതിന്റെ വില നിലവാരം 21 രൂപ മുതൽ 68 രൂപ വരെയാണ്. ഇവിടെ ഇപ്പോൾ അറ്റോർവാസ്റ്റാറ്റിൻ എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് കൊടുക്കാൻ പോകുന്ന ഏത് മരുന്നായിരിക്കും, ഏത് പ്യൂരിറ്റി നോക്കിയിട്ടാണ് ജനം മരുന്ന് വാങ്ങിച്ച് കഴിക്കുക? ഏറ്റവും വില കുറഞ്ഞ മരുന്നാണ് ഏറ്റവും നല്ലത് പറയാൻ പറ്റുമോ? ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിൽ മരുന്നുകളുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല. ഇന്ത്യയിൽ മരുന്നുകളുടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല. ഞാൻ അമോക്സിലിൻ മാത്രം എഴുതിയാൽ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ് എന്താ ചെയ്യാം? ക്ലിനിക്കുകളിൽ പൊതു മാർക്കറ്റിലുള്ള ഒരു മരുന്ന് പോലും ഇല്ല. ഒക്കെ ഞങ്ങളെ ഭാഷ പറഞ്ഞ ഗുണ്ട് അല്ല ചാത്തൻ എന്ന് പറഞ്ഞ സാധനം. ഇതിന് IMA ഡോക്ടർമാർ എന്താ പറയാനുള്ളത്? ഈ ചാത്ത മാത്രമേ വിൽക്കപ്പെടുകയുള്ളൂ. അമേരിക്കയിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഞാൻ അമോക്സിലിൻ എഴുതിയാൽ എല്ലാ അമോക്സിലിനും ഏകദേശം ഒരേ നിലവാരമായിരിക്കും. ഇവിടെ ഞാൻ അമോക്സിലിൻ മാത്രം എഴുതിയാൽ ഈ പ്യൂരിറ്റി വാദത്തിൽ ഒരു സംശയമുണ്ട്. പ്യൂരിറ്റി വാദത്തിലുള്ള സംശയം, നിങ്ങൾക്ക് പ്യൂരിറ്റിയിലുള്ള സംശയം ഉണ്ടാവാനുള്ള കാരണം മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർ തരുന്ന വിവരമല്ലാതെ മറ്റെന്താണ്? അല്ലല്ല, ഞാൻ പറയുന്നത് എന്റെ പ്രിസ്ക്രിപ്ഷൻ മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ റീസണബിൾ ക്വാളിറ്റി ആയിട്ടുള്ള മരുന്നാണ്. ഇതുപോലെ എനിക്ക് ഇവിടെയാണ് ക്ലിനിക്കൽ അനുഭവത്തിന്റെ ഒരു വിഷയം വരുന്നത്. നമ്മളൊരു പേഷ്യന്റ് അമോക്സിലിൻ ക്ലാവലാനിക് ആസിഡ് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഉണ്ട്. ആ മരുന്ന് കൊടുക്കുമ്പോൾ ആ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്റെ ബ്രാൻഡ് അതാണെന്ന് ഞാൻ തീരുമാനിക്കും. അതിൽ പിന്നെ ഞാൻ പറഞ്ഞു ഫുള്ളാക്കട്ടെ. അതിൽ പിന്നെ എന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വില കുറഞ്ഞ മരുന്ന് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടുള്ള റീസണബിൾ റെസ്പോൺസ് ഉള്ള ലോവസ്റ്റ് കോസ്റ്റ് മരുന്നാണ് ഞാൻ സെലക്ട് ചെയ്യുക. അതേ നേരത്തെ ഒരേ സമയം ചുമയുണ്ടാകുമ്പോൾ സിവിയർ ആയിട്ടുള്ള കോഫ് ഞാൻ കുറച്ച് വില കൂടിയ ക്ലാമ്പിന്റെ ഡോക്ടറൈറ്റിസിന്റെ മരുന്ന് ഓപ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് ഡോക്ടർമാർക്ക് വില കൂടിയ മരുന്ന്, പേഷ്യൻസിന് വില കൂടിയ മരുന്ന് ഡോക്ടർമാരെ ചൂസ് ചെയ്യാം, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ ചൂസ് ചെയ്യാം. ഡോക്ടർമാർക്കും വില കുറഞ്ഞ മരുന്നുകൾ എഴുതാം, വില കൂടിയ മരുന്ന് എഴുതാം. ക്രൈറ്റീരിയ ഈ ഡോക്ടറിന്റെ മനസ്സാക്ഷി മാത്രമാണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം മാത്രം നമ്മൾ മറന്നു പോകുന്നു. ഈ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാദപ്രതിവാദമായിട്ട് മാറുകയാണ്.
ഈ മരുന്നുകളുടെ വില വ്യത്യാസം 60 രൂപക്ക് 10 ഗുളികകൾ കിട്ടുമ്പോൾ അതേ ഗുളികകൾ തന്നെ 180 രൂപക്കും മാർക്കറ്റിൽ ഒരു മിനിറ്റ് ഡോക്ടർ ഒരു മിനിറ്റ് ഇങ്ങനെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിറ്റഴിക്കാൻ മാർക്കറ്റിൽ ഒരു മിനിറ്റ് ഇങ്ങനെ വിറ്റഴിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിന് മരുന്ന് കമ്പനികൾ 40% തുകയും ഇവര് ഈ ഡോക്ടേഴ്സിന് ഇത്തരം കാര്യങ്ങൾ എഴുതിക്കാൻ വേണ്ടി, ഇത്തരം മരുന്നുകൾ എഴുതിക്കാൻ വേണ്ടി, പേരിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ ഒന്ന് പറയണേ. ഞാൻ ഡോക്ടർക്കെതിരായിട്ടാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഡോക്ടർക്കെതിരായിട്ടാണ് പറയുന്നത്. ഒരു കാര്യം അപ്പൊ മിംസ് ഹോസ്പിറ്റല് എന്റെ റിലേറ്റീവിന് സിപ്ല ലൈഫ് ത്രെറ്റനിങ് ആന്റിബയോട്ടിക് മെറോപ്പനിയും കൊടുത്തത് സിപ്ലന്റെ 3000 റുപ്പീസിന്റെ 2999 അത് ഞാൻ പോയി വർത്താനം പറഞ്ഞപ്പോ ഡോക്ടർ പറയാണ് എന്നാ ഞാൻ കുറച്ചിട്ടുള്ളത് 1200 സിപ്ലന്റെ സെയിം സാധനം മെറോപ്പനിയും ഉണ്ട്. ഇക്ര ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് മെറോപ്പനിയും അരിസ്റ്റോ കമ്പനിന്റെ 500 രൂപക്കാണ്. 500 രൂപക്ക് അതൊരു സത്യമാണ്. നിങ്ങൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി കാറുണ്ടല്ലോ, എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ മിംസ് തന്നെ പോയി സ്ട്രോങ് ആന്റിബയോട്ടിക് ആയ മിറോപ്പിന് 3000 രൂപയുടെ ഉണ്ട് വിലയിൽ, 500 രൂപയുടെ അരിസ്റ്റോള പ്രൊഡക്റ്റ് ഉണ്ട്. എന്തുകൊണ്ട് 500 രൂപയുടെ മാക്ലോഡ്സ് എന്ന കമ്പനിയുടെ റെപ്പനോട് പറഞ്ഞത് 600 രൂപക്ക് എനിക്ക് കൊണ്ടുനടന്ന മെറോപ്പനം കോർപ്പറേറ്റ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അതേ മരുന്ന് കുറച്ച് ഭംഗിയിൽ പാക്ക് ചെയ്ത് 2500 രൂപക്ക് വിൽക്കുന്നുണ്ട്. അത് ആരാണ് ഡോക്ടർ, ന്യായമായ സംശയം. കുട്ടികൾക്ക് കൊടുക്കുന്ന കഫ് സിറപ്പിന്റെ കാര്യത്തിൽ കോമ്പിനേഷൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. പല കുട്ടികൾക്കും 18 മാസത്തിന് മുൻപ് ഈ കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? പീഡിയാട്രിക്സിൽ കോഫ് സിറപ്പ് ഉപയോഗിക്കാറില്ല. എക്സ്പെക്ടറൻസ് അല്ലെങ്കിൽ മ്യൂക്കോലൈറ്റിക്സ് പോലത്തെ എന്ന് പറഞ്ഞാൽ അത് കോഫ് സിറപ്പ് സപ്രസന്റ് അല്ല. അത് സപ്രസൻസ് പീഡിയാട്രിക്സിൽ ഉപയോഗിക്കാൻ പാടില്ല. ചുമയെ സപ്രസ് ചെയ്യുന്ന ഒരു മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതിനകത്ത് സാൽബ്യൂട്ടമോൾ പോലത്തെ മരുന്ന് ശ്വാസകോശത്തിൽ ഇതിന്റെ തികച്ചും വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും കൂടിയുള്ള ചോദ്യമാണ്. വ്യാപകമായി ഇത്തരത്തിലുള്ള കഫ് സിറപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നില്ല. അല്ല, ഉപയോഗിക്കുന്നുണ്ട്. പീഡിയാട്രിക്സിൽ ഉപയോഗിക്കുന്നില്ല. ധാരാളമായി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതുമായി പറഞ്ഞ ഒരു കാര്യം, പാരാസെറ്റമോളിന്റെ ആരാണ് പ്രതികൾ? അതല്ലേ കണ്ടെത്തുന്നത്? ഡോക്ടർമാരാണോ പ്രതികൾ? ഒരു മിനിറ്റ് ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കണ്ടേ? ഡോക്ടർ മാത്രമല്ല, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട പ്രാഥമികമായുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ടോ? ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ? അത് നിയമങ്ങളാണ് പ്രശ്നം. അത് മാത്രമല്ല, മരുന്ന് കമ്പനികൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഈ പ്രശ്നം. എന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെയുള്ള വില നിലവാരം വ്യത്യാസം പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവസാനം പറയുന്നത് എന്തെങ്കിലും കേട്ടാ ഡോക്ടർ എഴുതിയ മരുന്ന് മതി എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത്. ഡോക്ടറാണ് ഇവിടെ 100% തീരുമാനിക്കുന്നത്. ഫാർമസിന് ഒരു റോളുമില്ല. യഥാർത്ഥത്തിൽ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് മരുന്നുകൾ നിരോധിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിനിടയാക്കിയ സാഹചര്യം എന്താണ്? ഗവേഷണത്തിനുള്ള എന്തു സാഹചര്യം ഇന്ത്യയിലുണ്ട് പാർശ്വഫലങ്ങൾ കണ്ടെത്താൻ? ഒടുവിൽ 1200 മരുന്നുകൾ കൂടി അടുത്തയാഴ്ച നിരോധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരനായ രോഗി ആരെ വിശ്വസിക്കണം? എന്ത് വിശ്വസിക്കണം? ഏതു മരുന്നിൽ വിശ്വസിക്കണം? നിങ്ങൾക്കൊരു ഉത്തരം വേണ്ടേ? നമ്മൾക്കൊരു ഉത്തരം വേണ്ടേ? ചർച്ചയുടെ ഇടവേളയ്ക്ക് ശേഷം തുടരും. അശാസ്ത്രീയമായ മരുന്ന് സംയുക്തങ്ങൾ അപകടകരമാണോ എന്ന ചോദ്യത്തിന് ഇനിയും കൃത്യമായ ശാസ്ത്രീയ ഉത്തരമുണ്ടോ? ഇറാഷണൽ എന്നും ഇനിയും കണ്ടെത്താനുള്ളവയെന്നും റാഷണൽ എന്നും ഇനിയും ഡാറ്റ നൽകേണ്ടതെന്നും 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകൾ മരുന്നുകളെ കുറിച്ച് പഠിച്ച കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമ്പോൾ ഇറാഷണലായ ആദ്യഘട്ടത്തിലുള്ള മരുന്നുകളെ നിരോധിച്ചു. ഇനി റാഷണലായ ഫിക്സഡ് കോമ്പിനേഷൻ മരുന്നുകൾക്ക് എന്ത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തുക? ഡോക്ടർ ഇസ്മയിൽ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അല്ല ഡോക്ടർ ഇസ്മയിൽ, ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ആർഗ്യുമെന്റ്, ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നല്ലേ നമ്മൾ തെളിയിക്കേണ്ടത്? പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് തെളിവുകൾ നടത്തിയിട്ടാണോ ഇത്തരത്തിലുള്ള സംയുക്ത മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത്? രണ്ട് മരുന്നിന്റെ 2 വ്യത്യസ്ത കൂട്ടുകളാണെങ്കിൽ അതിന് വെവ്വേറെ ട്രയൽ നടത്തിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങാവൂ. ഇവിടെ ട്രയൽ ഇല്ല. അതിന് ആരാണ് ഉത്തരവാദി? അതാണ് വേണ്ടത്. ഇതിന്റെ ശാസ്ത്രം എന്താണ്? റാഷണൽ ആണോ ഇറാഷണൽ തീരുമാനിക്കണമെങ്കിൽ ട്രയലുകൾ വേണം. ട്രയലുകൾ അവൈലബിൾ അല്ല. ഒരു പോയിന്റാണ് നമ്മൾ ഈ പറഞ്ഞ ഡോക്ടറും ഫാർമസിസ്റ്റുകളും നമ്മളും എല്ലാവരും പറഞ്ഞ ഒരു പോയിന്റ്. ഒന്ന്, അശാസ്ത്രീയമായ ചേരുവ ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ രാഷ്ട്രങ്ങളില്ല, ഇവിടെ കൂടുതലാണ്. പ്രധാനമായി ഗവൺമെന്റ് നയമാണ്. 1970 പാറ്റന്റ് നയം മാറ്റി. ഇപ്പൊ അവസാനം കമ്പൽസറി പാറ്റന്റ് 1970 പാറ്റന്റ് നിയമം മാറ്റി. ഇപ്പൊ അവസാനം കമ്പൽസറി ലൈസൻസിംഗ് സംവിധാനം വരെ മാറ്റി. പ്രൈസ് കൺട്രോൾ ഓർഡർ മുഴുവൻ എടുത്തു കളഞ്ഞു.
അതുപോലെ തന്നെ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് അത് സംവിധാനം മാറ്റി മാർക്കറ്റ് ബേസ് ആക്കി. എല്ലാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇത് അനുകൂലമായ ഒരു സമീപനം. പക്ഷേ ഒരുപാട് ചേരുവകൾ, ഒരുപാട് മരുന്നിന്റെ വില വ്യത്യാസങ്ങൾ, ഞാൻ ഈ നേരത്തെ വിശദീകരിച്ചിട്ട ഒരേ കെമിക്കലിന് വിവിധ വില, ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും നമ്മുടെ നാട്ടിലില്ല. മരുന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ജില്ലകൾ തോറും വരണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. 47 ഡ്രഗ് കൺട്രോൾ ഇൻസ്പെക്ടർമാരെ വെച്ചാണ് കേരളം ഈ മരുന്ന് വൈകാരികമായിട്ട് ഈ പ്രശ്നത്തെ സമീപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ലോകത്തിന്റെ ഫാർമസി ആയിട്ടാണ് ഇന്ത്യ അറിയപ്പെട്ടത്. എങ്ങനെയാണ് ലോകത്തിന്റെ ഫാർമസി ആയിട്ട് MSF, അതായത് കാഷ്വാലിറ്റി, അത് വേറൊരു കാര്യം, ഇങ്ങനെ അറിയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ലഭ്യമായ കമ്പനികളുടെ മരുന്ന് ഉണ്ടെങ്കിൽ, ഒരു രോഗത്തിനുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കാനുള്ള IMA ഒരു വിപ്പിറക്കേണ്ടത് ആവശ്യമുണ്ടോ? അത് ഒന്ന് IMAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഡ്രഗ് ഫോർമുലറി പോലുള്ള സംവിധാനങ്ങൾ ഇറക്കിക്കൊണ്ട് യഥാസമയത്ത് മരുന്നിന്റെ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡോക്ടർമാരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഇന്ത്യയിലില്ല. അത് ഇന്ത്യയിലുടനെ നടപ്പിലാക്കണം. ഈ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ വളരെ മാതൃകാപരമായിട്ട് ഇത്തരം സിസ്റ്റങ്ങൾ ഇന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. WHO ഇത് പ്രൊമോട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈ ഫാർമസിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾക്ക് അതാത് കാലത്ത് കോഴ്സുകൾ കൊടുത്തുകൊണ്ട് മരുന്നിന്റെ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിവരെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. എത്ര ഡോക്ടർമാർ ഇന്റർനെറ്റും മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് മരുന്നിന്റെ രംഗത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നുണ്ട്. അത് വേറൊരു പ്രശ്നം, അവർ പഠിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ സംഘടനക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള അധാർമികമായിട്ടുള്ള മരുന്നെഴുത്ത് രീതിയിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കാനുള്ള ഒരു ഇടപെടലും ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാകുന്നില്ല. എങ്ങനെയാണ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സുകൾക്ക് ഇതിൽ ഇടപെടാനാവുക? നമുക്ക് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ തെറ്റായിട്ടാണ് ഇവിടുത്തെ ചർച്ചയിൽ വെച്ചിരിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന ഡൽഹി സയൻസ് ഫോറം കൂടി ചേർത്തുകൊണ്ട് 89-ൽ അശാസ്ത്രീയ ചേരുവകൾക്കെതിരായിട്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സെമിനാർ സംഘടിപ്പിച്ച ഒരു പുസ്തകമാണ്, സെമിനാർ പ്രബന്ധമാണ് ഇതിലുള്ളത്. ഇത് നിരന്തരമായിട്ട് ഇന്ത്യയിൽ FMRI പോലുള്ള സംഘടനകൾ അശാസ്ത്രീയ ചേരുവകൾക്കും ഇത്തരം മരുന്ന് വിപണനത്തിനും എതിരായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജനത്തിന് മരുന്നിനെ കുറിച്ച് അറിയില്ല, അറിഞ്ഞേ പറ്റൂ. മരുന്നിനെ കുറിച്ചും മരുന്നിന്റെ കള്ളത്തരത്തെ കുറിച്ചും കൊള്ളത്തരത്തെ കുറിച്ചും പറയണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഔഷധ സാക്ഷരത ചെറിയ ക്ലാസ്സിൽ തന്നെ നടത്തിക്കൊണ്ടുവരണം. മരുന്നുകളെ കുറിച്ചുള്ള അറിവ് അത് അടിയന്തരമാണ്, ഏറ്റവും പ്രധാനമാണ്. ജനറിക് മരുന്നുകൾ എഴുതുന്ന സംവിധാനം ഉണ്ടാകണം. ഗവൺമെന്റ് തീരുമാനമാണ്. ബ്രാൻഡ് നെയിം എഴുതി കുത്തക ലാഭം ഉണ്ടാക്കാൻ പാടില്ല. ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറികൾ വരണം. ഡോക്ടർ B. ഇക്ബാൽ എഴുതിയ ഇന്ത്യൻ ഔഷധ മേഖല ഇന്ന് എന്ന് പറയുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് താഴെ തട്ടിൽ ആൾക്കാർക്ക് വായിക്കാൻ ലഭ്യമാക്കുക എന്ന് ധാർമ്മികതയെ കുറിച്ച് വളരെ കാര്യമായി പറഞ്ഞു. ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ അടക്കം മരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞവനാണ് ഡോക്ടർ ഇരിക്കുന്ന. ഇന്ന് ഡോക്ടർ ലീവാണ്, നാളെ അവിടുത്തെ തൂപ്പുകാരനോ പിയോണോ കയറി ഇരുന്ന് മരുന്ന് എഴുതാൻ ഡോക്ടർ സമ്മതിക്കുമോ? എന്തുകൊണ്ട് ഈ മരുന്നുകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഡോക്ടറേറ്റ് വരെയുള്ള ആളുകളെ എന്തുകൊണ്ട് അവിടെ നിയമിക്കുന്നില്ല? ഏറ്റവും വലിയ പ്രശ്നം അവിടെ തന്നെയാണ്. ഇന്ന് ഇവിടെ ഭൂരിപക്ഷം മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നത് യോഗ്യതയില്ലാത്ത ആളുകളാണ്. നിയമമുണ്ടെങ്കിൽ പറയട്ടെ. ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015 ആ നിയമപ്രകാരം തന്നെ നടപ്പിലാക്കപ്പെടുന്നു. ഡോക്ടർ പറഞ്ഞ നിയമം ദി ഫാർമസി ആക്ട് ഇന്ത്യയിലുണ്ട്. മാർക്കറ്റ് വാങ്ങാൻ കിട്ടാനുണ്ട് പുസ്തകം. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് വാങ്ങാൻ കിട്ടാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു 10-30 കൊല്ലമായി പരിചയമുള്ള ഒരു വക്കീൽ ഗുമസ്താൻ ഇവിടെ ഉണ്ട്. ഒരു ഉദാഹരണം, 10-30 കൊല്ലമായി പരിചയമുള്ള ഒരു വക്കീൽ ഗുമസ്താൻ, 5 വർഷമായി പരിചയമുള്ള ഒരു വക്കീല്, ഒരു ദിവസം വക്കീൽ വന്നില്ല. വക്കീൽ ഗുമസ്തന് പരിചയമുണ്ട്, എല്ലാ നിയമവും അറിയാം, 30 വർഷമായി. അയാൾ ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി വാദിക്കാൻ കഴിയില്ല. ഒരു BSc കഴിഞ്ഞ ഒരു പ്യൂണ് സ്കൂളില്, ഒരു TTC കഴിഞ്ഞ അധ്യാപകൻ കെമിസ്ട്രി എടുക്കുന്നു. BSc കെമിസ്ട്രി കഴിഞ്ഞ പ്യൂണ് കയറിയിട്ട് ഇന്ന് കെമിസ്ട്രിയുടെ മാഷ് വന്നിട്ടില്ല, ക്ലാസ് എടുക്കട്ടെ എന്ന് പറയാൻ നടക്കുമോ? നടക്കില്ല. ഒരു ഡോക്ടർ കയറി ഫാർമസിസ്റ്റ് കയറി നടക്കില്ല. എന്നാൽ ഇവിടെ നടക്കും. ഗവൺമെന്റ് മേഖലകളിൽ, ഗവൺമെന്റ് ആശുപത്രികളിൽ ഉൾപ്പെടെ ഫാർമസിസ്റ്റ് ഇല്ലെങ്കിൽ മരുന്ന് കൈകാര്യം ചെയ്യുന്ന ആരുമാണ്? പ്രൈവറ്റ് മേഖലയിൽ ഞാൻ പറഞ്ഞു 1 ലക്ഷം റുപ്യ കച്ചവടം ചെയ്യുന്ന ഫാർമസിയിൽ ഒരു ഫാർമസിസ്റ്റ് ആണുള്ളത്. എല്ലാം അയാളുടെ ഒപ്പിന് കീഴിൽ നടക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അല്ല,
ഇത് നിയമമുണ്ട്, പക്ഷേ നടപ്പിലാക്കാൻ ത്രാണിയുള്ള ഗവൺമെന്റ് നയമാണ് പ്രശ്നം. എന്നോടല്ലേ ചോദ്യം? പ്രൈവറ്റ് സെക്ടറിലുള്ള ഞാൻ മറുപടി പറയാം, പക്ഷെ ഇത് കേൾക്കണം, ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞ മതി, ചോദിക്കട്ടെ. മാഡം, ഇന്ന് കേരളത്തില് പോലെ ക്ലിനിക്കുകൾ മുളച്ചു വന്നതാണ്. ഇവിടെ ഡ്രഗ് ലൈസൻസ് ഇല്ല, ഫാർമസിസ്റ്റ് ഇല്ല. അത് പൊതുമാർക്കറ്റിലുള്ള ഒരു സ്റ്റാൻഡേർഡ് മരുന്നും, സ്റ്റാൻഡേർഡ് എന്നല്ല, പൊതുമാർക്കറ്റിൽ ലഭ്യമായ കമ്പനികളുടെ മരുന്നുകളൊന്നും അവിടെ ഇല്ല. ഈ സ്ഥാപനങ്ങളെ ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടറോ ഡ്രഗ് ഇൻസ്പെക്ടറോ പരിശോധന നടത്താൻ ഡോക്ടർമാർ എതിർക്കുന്നത്. അതിന് IMA സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, കയറാൻ സമ്മതിക്കുന്നില്ല, പരിശോധന നടത്താൻ സമ്മതിക്കുന്നില്ല. ഒരു ഡോക്ടർ മാത്രമാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. ഒരു ഡോക്ടർ ആണെങ്കിൽ അവിടെ പരിശോധന നടക്കണ്ടേ? അവിടുത്തെ മരുന്നിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയണ്ടേ? ആവശ്യമില്ല. നിലവിൽ നിങ്ങൾ കൊടുക്കുന്ന ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സിന് ആരാണ് ഉത്തരവാദി എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഈ മെഡിസിൻ കഴിച്ച കുട്ടികളിൽ അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഇത് ഡോക്ടർമാർക്ക് അറിയില്ല, ഇത് നിലവിലുള്ള ഫാർമസിസ്റ്റുകൾക്ക് അറിയില്ല, സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിന് അറിയില്ല, അറിയില്ല. ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഈ നാട്ടിൽ ഇല്ല, അതിന്റെ ഫോളോ അപ്പ് ഇല്ല. അതാ നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നിരോധിക്കപ്പെട്ട മരുന്നുകൾ കഴിച്ച പേഷ്യൻസിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലവും ഇല്ല എന്ന് അത്തരം മരുന്നുകൾ കൊടുത്ത കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവായ താങ്കൾക്ക് പറയാൻ കഴിയും? ഒന്ന്, ഈ വിഷയത്തിലേക്ക് പറയുന്ന സ്ഥാനത്തിൽ അതിന് ഉത്തരം പറയേണ്ട ആൾ ഈ മരുന്നിന്റെ ഗുണനിലവാരവും സാധനവും പരിശോധിക്കേണ്ട ഗവൺമെന്റ്. ഒന്നാമത്തെ വിഷയം. എനിക്ക് ചോദ്യം തുടരണം. ഇത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഉള്ള മരുന്നുണ്ടല്ലോ, സംയുക്ത മരുന്ന് ചേരുവ, ഇത് നിർദ്ദേശിച്ച ഡോക്ടർക്ക് ഇതൊരു പാർശ്വഫലവും ഉണ്ടാക്കിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും? അല്ല, ഇതിന്റെ ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. എനിക്കിതിന് ആളുകളെ ഇമോഷൻ ഒന്നും ബാധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് FDC ബാധിക്കോ ഇല്ലെന്ന് ഓരോ FDCയും വേറെ വേറെ എടുത്ത് പഠിക്കണം. ഓരോ ഫിക്സഡ്, അതാണ് അതിന്റെ ശാസ്ത്രം. നിലവിൽ ഇന്ത്യയിൽ യാതൊരു സംവിധാനവുമില്ല. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇത് തന്നെയായിരിക്കും ഡോക്ടറുടെ മറുപടി. നമുക്ക് ഗവൺമെന്റ് എന്തിനാ പിന്നെ? ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ. ഈ പിന്നെ ഡ്രഗ് തീരുമാനിക്കുന്നതും ഇതിന്റെ വില തീരുമാനിക്കുന്നതും പെട്രോളിയം ഇൻഡസ്ട്രീസ് ആണെന്നുള്ള വിവരം എത്ര പേർക്ക് അറിയാം? നോക്കൂ, ഇത് ഫാർമസിസ്റ്റുകൾക്ക് അറിയാമോ ഈ ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സിന്റെ പാർശ്വഫലം? തീർച്ചയായിട്ടും ഇത് ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം ഒരു മരുന്ന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മരുന്നാകുന്നത് തുടക്കം മുതൽ അവസാനം വരെ അത് കറക്റ്റ് അല്ലെങ്കിൽ കൃത്യമായാൽ മാത്രമേ നടക്കൂ. ഈ ഒരു ലഘുലേഖ കണ്ടോ നിങ്ങൾ? 1989 ഇന്ത്യയിലെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തിന്റെ പ്രഷറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചുരുങ്ങിയ മരുന്നുകളെങ്കിലും നിരോധിക്കാൻ ഇടയായത്. 10,000-കണക്കിന് FDCകൾ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ നിരോധിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ കണക്ക് ശരിയാണെങ്കിൽ 70% FDC മരുന്നുകൾ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. ആവശ്യമില്ല. അല്ല, ഈ ആർടി കമ്മിറ്റി റിപ്പോർട്ടിൽ 117 മരുന്നുകൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്, എത്ര മരുന്നുകൾ ഇന്ത്യയിലുണ്ട്? ലക്ഷക്കണക്കിന് മരുന്നുകൾ ഇന്ത്യയിലുണ്ട്. പോട്ടെ, ഇപ്പോ നമ്മുടെ പ്രൈസ് ലിസ്റ്റിന് കീഴിലുള്ള നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്നത് 1000-ഓളം മരുന്നുകൾ മാത്രം മതി ചികിത്സിക്കാൻ എന്നാണ്. അവശ്യ മരുന്നുകൾ, ലൈഫ് സേവിംഗ് മരുന്നുകൾ, ഈ മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മരുന്നുകൾ മതി. അതിന് പകരം ലക്ഷക്കണക്കിന് മരുന്നുകളാണ് മാർക്കറ്റിൽ. ആരാണ് ഉത്തരവാദി? അല്ല, നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ടത്, ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൽ ഒരു സംശയം സർക്കാരിനുണ്ട്. നിരോധിച്ചിട്ടുണ്ട് മരുന്നുകൾ, ഇനിയും മരുന്നുകൾ നിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. റാഷണലായും ഇനി തെളിവുകൾ നൽകേണ്ട മരുന്നുകൾ എന്നിങ്ങനെയുള്ള പട്ടികകളിൽ പറയേണ്ടത് എന്താണ്? പനിക്കും ചുമയ്ക്കും ബാക്കിയുള്ള സാധാരണയായി കാണുന്ന അസുഖങ്ങൾക്ക് ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഡോക്ടർക്ക് പറയാം. സാധാരണ റെക്കമെൻഡേഷൻ ക്രോണിക് ഡിസീസ്, ദീർഘകാലം കുടിക്കേണ്ട മരുന്നുകൾക്ക് ഫിക്സഡ് കോമ്പിനേഷൻ ഉപയോഗിക്കാമെന്നാണ് സയൻസിന്റെ റെക്കമെൻഡേഷൻ. ഷോർട്ട് ടേം ഡിസീസസ്, പനി ചുമക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു സംശയം കൂടി. ഇപ്പോൾ വിക്സാഷൻ 500 പോലെ വളരെയധികം മാർക്കറ്റിലേക്ക് പരസ്യങ്ങളുടെ സഹായത്തോടു കൂടി എത്തുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കഴിച്ചവർക്ക് എന്ത് പാർശ്വഫലമെന്ന് ഇനിയും നമുക്ക് വെളിവായിട്ടില്ല. ആ അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഓയിൻമെന്റുകൾ അടക്കം, പുറത്ത് നിൽക്കുന്ന ഓയിൻമെന്റുകൾ അടക്കം ഒരേ സമയം ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാൻഡിഡ് ടോട്ടൽ ക്രീം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മരുന്നുകൾ പ്രേക്ഷകരായിട്ടുള്ള ഉപഭോക്താക്കൾ ഉപയോഗിക്കരുത് എന്ന് ഡോക്ടർക്ക് പറയാനുള്ള ധൈര്യം? ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻസ് ഇപ്പോഴുള്ള ഈ പറഞ്ഞ ഓയിൻമെന്റുകൾ അല്ലെങ്കിൽ വിക്സാക്ഷൻ 500 ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പിന്നെ ഇറാഷണൽ ആണ്, അശാസ്ത്രീയമാണ്. തെളിയിക്കാതെ നമുക്ക് അശാസ്ത്രീയം എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഇതിന്റെ ശാസ്ത്രഭാഷ മാത്രമാണ് പറയുന്നത്. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിവിരുദ്ധം. ഡോക്ടർ രഞ്ജിത്ത് റോയ് കമ്മിറ്റി 10 വർഷം മുമ്പ് പറഞ്ഞതാണ്.
ഇപ്പോ നമ്മുടെ ചന്ദ്രകാന്ത് കൊക്കട്ടയുടെ നേതൃത്വത്തിൽ ഇപ്പോ അന്വേഷിച്ച് അയാളെ കണ്ടെത്തിയതാണ്. ചുമസംഹാരി ഒരുപാട് പേജുകളിലാണ്. അല്ല, ഒരു മിനിറ്റ്. ചുമസംഹാരികള് 80 മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ ഇതിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചുമസംഹാരികൾ അനാവശ്യ മരുന്നുകളാണ്, അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഭൂമിയിലെ മുഴുവൻ സയൻസ് അങ്ങനൊന്നുമില്ല. ആരാണ്? വൈറസ് ആണ് അല്ലേ? വൈറസ് ആണ്, രോഗമാണ്. മരുന്ന് എഴുതുന്നത് എന്താണ്? ആന്റിബയോട്ടിക് ആണ്. ആന്റിബയോട്ടിക് തന്നെ എന്താണ്? ബാക്ടീരിയക്കെതിരാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിങ്ങൾ തൊണ്ടവേദനയുമായി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യം ത്രോട്ടിൽ സ്വാബ് എടുത്ത് ടെസ്റ്റിന് അയക്കുകയും 3-ാം ദിവസം ഇത് ബാക്ടീരിയ ആണോ വൈറസ് ആണെന്ന് തീരുമാനിക്കുകയും ആന്റിബയോട്ടിക് കൊടുക്കുകയും ചെയ്യും. ഭൂരിപക്ഷം വരുന്ന രോഗികൾക്കും ഡോക്ടർമാർ ആന്റിബയോട്ടിക്സ് എഴുതുന്നത് താങ്കൾ പറഞ്ഞ വിധത്തിലല്ല. അല്ല, ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് എന്നത് തെറ്റാണ്. മോഡേൺ മെഡിസിൻ പ്രകാരം തെറ്റാണ്, എത്തിക്കലിയും തെറ്റാണ്. ചുരുങ്ങിയത് ഗവൺമെന്റ് മേഖലയിലുള്ള ഡ്രഗ് പ്രോട്ടോകോൾ എങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ കൊണ്ടുവന്നാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ പ്രധാനമായും ഔഷധ കമ്പനികളെ നിയന്ത്രിച്ചുകൊണ്ട് ഇത്തരം കോമ്പിനേഷൻ ഇവിടെ വ്യവസായ സാധ്യത ഇല്ലാതാക്കുന്ന ഒരു നയവും സർക്കാർ സ്വീകരിക്കുന്നില്ല. ഔഷധം എന്നുള്ളത് ഒരു വ്യവസായമായി കാണാൻ മാത്രമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അവിടെ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വാണിജ്യ വ്യവസായ മന്ത്രിയാണ്. ഔഷധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരും തന്നെയല്ല. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ക്ഷണിച്ചു വരുത്തുമ്പോൾ ഇന്ത്യയിലേക്ക് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് കടന്നു വരാനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കൽ കൂടിയാണ് ഗവൺമെന്റ് ഈ മേഖലയിൽ നടത്തുന്ന നടപടികളുടെ ഭാഗമായി വരുന്നതെന്നുള്ള സംശയം ആ പോയിന്റ് തന്നെയാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിലെ 1-ാമത്തെ കമ്പനിയാണ് സൺ ഫാർമ. അതിന്റെ ഓണർ ഒരു MP ആണ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ്. അപ്പൊ ഇവർ ഔഷധ നയങ്ങൾ എടുക്കുമ്പോൾ എത്രത്തോളം അത് ന്യൂട്രൽ ആവും, അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിജയമില്ല. ബിയർ കുടിപ്പിച്ചും ക്രിക്കറ്റ് കളിപ്പിച്ചും ബാങ്കുകളെ കളിപ്പിച്ചത് 9,000 കോടി രൂപയാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബിയർ കുടിപ്പിച്ചിട്ടല്ല, മരുന്ന് കഴിപ്പിച്ചും ഔഷധ വ്യവസായത്തിലെ തട്ടിപ്പുകൾ വഴിയുമാണ്. നിക്ഷേപം നടത്തി നഷ്ടപ്പെടുത്തിയത് ബാങ്കുകൾക്ക് കോടികളാണെങ്കിൽ ഔഷധ വ്യവസായത്തിന്റെ രാഷ്ട്രീയ രാസക്കൂട്ടുകളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ജീവിതമാണ്. ആ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള ശേഷി സർക്കാരിനുണ്ടാവണം. അതിനുള്ള തുടക്കമായി നമുക്കിതിനെ കരുതാം. അപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഭേദഗതി ചെയ്യപ്പെടാൻ പോകുന്ന ഔഷധ പേറ്റന്റ് നിയമങ്ങളാണ്. അവയ്ക്ക് കടക്കൽ കത്തി വീണാൽ ഇന്ത്യൻ പൗരന്റെ ജീവിതം എന്താകുമെന്ന് കാലം തെളിയിക്കും. പക്ഷെ അതുവരെ കാത്തിരിക്കാൻ നമ്മളുണ്ടാവുമോ എന്നതാണ് പ്രശ്നം.